ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്യയിൽ നോർത്ത് മാസഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവോക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതു സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T. സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവനബദ്ധ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കമുകിൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 45-ന്.